കഴിഞ്ഞ 9 ദിവസമായി മൂന്നാറിലെ 10,000-ലധികം വരുന്ന തോട്ടം മേഖലയിലെ സ്ത്രീ തൊഴിലാളികൾ നടത്തിവരുന്ന സമരം അതിസങ്കീർണമായ നിമിഷത്തിലൂടെ കടന്നുപോകുന്നു. കൊച്ചിയിൽ ഈ സമരം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ അവസാന ഘട്ടത്തിൽ. ആ ചർച്ചകൾക്ക് നേതൃത്വം ഇപ്പോൾ നൽകുന്നത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. മൂന്നാറിലെ സമരവേദിയിൽ നിന്നും സാലി മുഹമ്മദ്. സാലി, കേരളം ഉറ്റുനോക്കുന്നു. വളരെ നിർണായകമായ നിമിഷങ്ങളിലൂടെ കടന്നുപോകുന്നു മൂന്നാറിലെ സമരം, അതോടൊപ്പം കൊച്ചിയിലെ ചർച്ച. ഡാനി പോൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ചാണെങ്കിൽ സമരം ഏറ്റവും അവസാന ഘട്ടത്തിൽ. ഇനി പ്രഖ്യാപനം അല്പസമയത്തിനകം. അതിൻ്റെ ഇക്വേഷൻസ് സൂചനകളായിട്ടാണെങ്കിലും ഡാനി പോൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ നേരത്തെ ഓഫർ ചെയ്യുന്ന ബോണസ് 10%, 19% അല്ലെങ്കിൽ 20% തൊഴിലാളികളുടെ ആവശ്യം, അത് എക്സ്ഗ്രേഷ്യ വിഭാഗത്തിലും. ഒരുപക്ഷെ 20% എന്നുള്ള തൊഴിലാളികളുടെ ആവശ്യം അംഗീകരിക്കപ്പെടാൻ ധാരണയുണ്ടായിട്ടുണ്ട്. സൂചനകളാണ്. അങ്ങനെയെങ്കിൽ സമരം അവസാനിക്കും. താൽക്കാലികമായിട്ടെങ്കിലും അല്പസമയത്തിനകം പ്രഖ്യാപനമുണ്ടാകും. ഈ വാർത്തകൾ അവിടെ സമരവേദിയിൽ എത്തുന്നുണ്ടോ? ആ സമരവേദി ഏതു തരത്തിലാണ് ഇപ്പോൾ പ്രതികരിക്കുന്നത്? പ്രദീപ്, അങ്ങേയറ്റം പിരിമുറുക്കം നിറഞ്ഞ അന്തരീക്ഷം തന്നെ ഇവിടെ മണിക്കൂറുകളായി നിലനിൽക്കുന്നു എന്ന് പറയാം. ഇപ്പോൾ തൽക്കാലം മുദ്രാവാക്യം വിളികൾ പോലുമില്ല. അവർ പ്രതീക്ഷയോടെ, ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കൊച്ചിയിലെ ചർച്ചാവേദിയിൽ നിന്നുള്ള അവസാന വാർത്തയ്ക്കായി. ഏതായാലും പ്രദീപ് സൂചിപ്പിച്ചതുപോലെ ബോണസ് കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടായാൽ ഒരു പക്ഷേ ഇന്ന് സമരം ഇവിടെ അവസാനിച്ചേക്കാം. അത് ഇവരാവശ്യപ്പെടുന്ന 20% അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം നൽകിയ 19%-ലെങ്കിലും വേണം എന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും അവർ തയ്യാറല്ല. നേരെ മറിച്ച് ഇവരുടെ ദിവസവേതനം സംബന്ധിച്ച് ഉടൻ തന്നെ തീരുമാനമുണ്ടാകണം. അതിന് അടിയന്തരമായി PLC യോഗം ചേരണം തുടങ്ങിയ ആവശ്യങ്ങളിൽ ഇവർ ഉറച്ചു നിൽക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അങ്ങേയറ്റം പിരിമുറുക്കം നിറഞ്ഞ അന്തരീക്ഷത്തിൽ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇവിടെ ഈ സമരമുഖം. ഇവർക്ക് കൂട്ടായി പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനുണ്ട്. രാവിലെ 11 മണിക്ക് അദ്ദേഹം ഇവിടെ സമരമുഖത്തെത്തിയതാണ്. അതുമുതൽ അദ്ദേഹം ഇവിടെ ഒരു കസേരയിൽ ഇരിക്കുകയാണ്. ഈ സമരക്കാർക്കൊപ്പം വലിയ ആവേശം ഈ സമരമുഖത്ത് സൃഷ്ടിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം, VS അച്യുതിനു പുറമെ നിരവധി മറ്റ് നേതാക്കളും ഇവിടെയുണ്ട്. ഇന്ന് മഹിളാ അസോസിയേഷൻ നേതാക്കൾ ഇവിടെ എത്തിയിരുന്നു. അവരെ പക്ഷേ സമരക്കാർക്കൊപ്പം ഇരിക്കാൻ അനുവദിച്ചില്ല. ഒപ്പം മന്ത്രി ജയലക്ഷ്മി എത്തിയിരുന്നു. മന്ത്രി ജയലക്ഷ്മിക്ക് മുന്നിൽ ഇവർ പരാതികളുടെ കെട്ടഴിക്കുന്നതാണ് കണ്ടത്. വളരെ പ്രതിഷേധം ഏറ്റുവാങ്ങേണ്ടി വന്നു സംസ്ഥാന മന്ത്രിസഭയിലെ ഒരു അംഗത്തിന് ഈ പാവപ്പെട്ട സ്ത്രീ തോട്ടം തൊഴിലാളികളുടെ ഭാഗത്തു നിന്ന് ഇന്ന് പറയേണ്ടി വരും. ഏതായാലും ഇപ്പോൾ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. VS ഉൾപ്പെടെയുള്ള നേതാക്കളുണ്ട്, മന്ത്രി ജയലക്ഷ്മി ഉൾപ്പെടെയുള്ള മന്ത്രിമാരുണ്ട്. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, കൊച്ചിയിൽ നിന്നുള്ള വാർത്തകൾ വളരെ പ്രതീക്ഷയോടെ, ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഈ സമരമുഖം. പ്രദീപ്. സാലിയിലേക്ക് വരാം. അവിടെ തൊഴിലാളികൾ ഏതു തരത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളോട് പ്രതികരിക്കുക? ഒരുപക്ഷെ അവരുടെ ആവശ്യങ്ങൾ അത് എത്രമാത്രം വിശാലമാണ്? താൽക്കാലികമായിട്ടെങ്കിലും ഇന്ന് സമരം നിർത്തിക്കഴിഞ്ഞാൽ തോട്ടം മേഖലയെ ഈ തീരുമാനങ്ങളൊക്കെയും വരും ദിവസങ്ങളിൽ ഏതു തരത്തിൽ ബാധിക്കും? ചർച്ച കൊച്ചിയിൽ അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. ഡാനി പോൾ ചർച്ചാവേദിയിൽ നിന്നും. ഡാനി, സാലി റിപ്പോർട്ട് ചെയ്യുന്നത് പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കളും കാത്തിരിക്കുന്നു. കേരളത്തിൻ്റെ കണ്ണുകളും മൂന്നാറിലാണ്. പക്ഷേ വാർത്ത വരേണ്ടത് കൊച്ചിയിലാണ്. കൊച്ചിയിലെ ചർച്ചാവേദി ഏതു തരത്തിലാണ് ഈ നിമിഷം കടന്നു പോകുന്നത്? ട്രേഡ് യൂണിയൻ നേതാക്കളുമായുള്ള ചർച്ചയും അവസാനിച്ചതിന് ശേഷം ഇപ്പോൾ മൂന്നാറിൽ സമരം നടത്തുന്ന സ്ത്രീകളുടെ പ്രതിനിധികളോട് സംസാരിക്കുകയാണ്. അല്പം മുമ്പാണ് അത് ചർച്ച ആരംഭിച്ചത്. നേരത്തെ കണ്ണൻദേവൻ കമ്പനി പ്രതിനിധികൾ, അതിനുശേഷം യൂണിയൻ ഭാരവാഹികളും ജനപ്രതിനിധികളോട് സംസാരിച്ചു. ഇപ്പോൾ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക്. കാരണം ഇവരോട് ഈ തീരുമാനങ്ങൾ വിശദീകരിക്കുക എന്നത് മാത്രമാണ് സാങ്കേതികമായി ബാക്കിയുള്ളത്. അവരോട് ആ തീരുമാനങ്ങൾ പറയുന്നു, ഇതാണ് ഇന്നത്തെ നടന്ന ചർച്ചയിൽ, രാവിലെ മുതൽ നടന്ന ചർച്ചയിൽ ഉണ്ടായ തീരുമാനങ്ങൾ ഇതാണ്, ഇത് ഏത് രീതിയിൽ നിങ്ങൾ കാണുന്നത് അത് അവരോട് വിശദീകരിക്കുക. നേരത്തെ തന്നെ അത്തരം കാര്യങ്ങൾ ഏതാണ്ട് ഒരു തീർപ്പിലെത്തി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ലഭ്യമാവുന്ന സൂചനകൾ അനുസരിച്ച് എത്രത്തോളം ഇതിവിടെ രൂപപ്പെടുന്ന സംഭാഷണങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്ന കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ ഒരു ബോണസിനപ്പുറം ഇപ്പോൾ ലഭ്യമാകുന്ന പറയപ്പെടുന്ന കഴിഞ്ഞ വർഷത്തെ ബോണസ് നിലനിർത്തുക, അല്ലെങ്കിൽ 10% ബോണസും അതിന് മുകളിൽ ഒരു തുക വരുന്ന രീതിയിൽ അതൊരു എക്സ്ഗ്രേഷ്യ ഇനത്തിൽ നൽകാൻ കഴിയുക എന്നതിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രിയുടെ രീതിയിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ ഒരു പക്ഷേ ഉണ്ടായേക്കും എന്ന് അന്നുകൂടി വിലയിരുത്തപ്പെടുന്നു. അത് ഒരുപക്ഷെ
സാങ്കേതികമായി നേരത്തെ പറഞ്ഞാൽ ഇതൊരു രാഷ്ട്രീയപരമായി ഈ സമരം ഏതെങ്കിലും രീതിയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും രീതിയിലേക്ക് അത് മാറ്റപ്പെടുന്നുണ്ടെങ്കിൽ അത് തിരിച്ച് തന്റെ വഴിയിലേക്ക് കൊണ്ടുവരിക എന്നൊരു ഡാനി അങ്ങനെയാണെങ്കിൽ ഡാനി ആ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ നിർണായകവും വളരെ പ്രസക്തവുമാണ്. കാരണം അടുത്ത നാളുകളിലായി ഉയർന്നു കേട്ടിട്ടുള്ള വലിയ ചില പാക്കേജുകൾ ഉണ്ടായിട്ടുണ്ട്. അതൊരു പക്ഷേ പ്രതിപക്ഷ നേതാവ് ഇന്നവിടെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. നവീന മൂന്നാർ, അതോടൊപ്പം മൂന്നാർ പാക്കേജുകൾ, ഒരുപക്ഷെ ഹൈറേഞ്ച് സ്പെഷ്യൽ ഡെവലപ്മെന്റ് സ്കീം എന്നുള്ള തലത്തിൽ തന്നെ ചില ചർച്ചകളും പഠനങ്ങളും സർക്കാരിന്റെ മുന്നിൽ എത്തിയിട്ടുണ്ടെന്ന് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തൊഴിലാളികളുടെ ആവശ്യം എന്നുള്ള 20%, അത് കണ്ണൻദേവൻ പ്ലാന്റേഷന്റെ അംഗീകാരം, ആ സമരം അതേ അർത്ഥത്തിൽ വരിക. ഒപ്പം മുഖ്യമന്ത്രി ചില പാക്കേജുകൾ, അത് നേരത്തെ തന്നെ വളരെ സജീവമായി സർക്കാരിന്റെ മുന്നിലുള്ളതാണ്, അതിൻ്റെ ഒരു പ്രഖ്യാപനം രാഷ്ട്രീയപരമായി അങ്ങനെ കാണേണ്ടതുണ്ടോ? ആ സൂചനകളാണോ അവിടെ അർത്ഥമാക്കുന്നതും ഡാനിക്ക് ലഭിക്കുന്ന വിവരങ്ങളും? പ്രദീപ്, നമ്മൾ തുടക്കം മുതൽ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു രാഷ്ട്രീയപരമായത് ഏതെങ്കിലും രീതിയിൽ ഹൈജാക്ക് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ ഒരു തിരിച്ചെത്തിക്കുക എന്നതുകൂടി ലക്ഷ്യമിടുന്നുണ്ട് എന്ന് തന്നെ തുടക്കം മുതൽ തന്നെ ഊഹിക്കപ്പെട്ടത്, അനുമാനിക്കപ്പെട്ട. നിലവിൽ നമുക്ക് ലഭ്യമാവുന്ന സൂചനകൾ അനുസരിച്ച് ബോണസ് എന്നതിന് അപ്പുറത്തേക്ക് മുഖ്യമന്ത്രി ഏതെങ്കിലും ഒരു ചുവട് കൂടി വെക്കുന്നുണ്ടോ എന്നതുകൂടി ശ്രദ്ധേയമാണ്. ചർച്ചകൾ ചില രീതിയിൽ, ചില കോണുകൾ അങ്ങനെയാണ് സൂചന നൽകുന്നത്. അങ്ങനെയെങ്കിൽ അതിനപ്പുറത്തേക്ക് ബോണസ് എന്ന ഒരു കേൾക്കാൻ വേണ്ടി ഡാനി ആ സൂചനകൾ പുറത്തു വരുന്നത് തൊഴിലാളികളും കണ്ണൻദേവൻ പ്ലാന്റേഷനുമായിട്ടുള്ള ഈ സമരം ആ അജണ്ടയ്ക്ക് അപ്പുറം നിന്നുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെതായിട്ടുള്ള പ്രഖ്യാപനം അതാണോ, അതോ അതിനപ്പുറത്തേക്ക് കണ്ണൻദേവൻ പ്ലാന്റേഷനെ കൊണ്ട് ഈ തൊഴിലാളികളുടെ 20% ബോണസ് എന്നുള്ള, അല്ലെങ്കിൽ അത് എക്സ്ഗ്രേഷ്യോ എന്തോ ആവട്ടെ, ആ ക്ഷേമ പദ്ധതികൾക്ക് അപ്പുറത്തേക്ക് കണ്ണൻദേവനെ പ്ലാന്റേഷനെ കൊണ്ട് ചില തീരുമാനങ്ങൾ മുഖ്യമന്ത്രി എടുപ്പിക്കുന്നു? ഇതിലേതാണ്? സർക്കാരിൻ്റെതാണോ അതോ ഇപ്പോൾ ഈ ചർച്ചകൾ അതിന്റെ അജണ്ടയുടെ ഭാഗമാണോ? എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? പ്രദീപ്, ഇതിൽ മനസ്സിലാക്കുന്ന പറയുന്നത് പോലെ ഇത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ചുവടുവെപ്പായിരിക്കാം എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കാരണം ഇതൊരു ഒരിക്കലും ഔദ്യോഗികമായ ഒരു സൂചനകളോ അല്ല, നമ്മൾക്ക് ലഭ്യമാകുന്ന വിവരങ്ങളുടെ ഒരു അടിസ്ഥാനത്തിൽ നൽകുന്ന കാര്യങ്ങളാണ്. ഇതിന് വിശദീകരണം സ്വാഭാവികമായും വരേണ്ടതുണ്ട്. ലഭ്യമാകുന്ന ഒരു സൂചനകൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും ഒരു ഈ ബോണസ് പ്രഖ്യാപനത്തിന് അപ്പുറത്തേക്ക് അവിടെയുള്ള പ്രശ്നങ്ങളുണ്ട്, നിരവധിയായ പ്രശ്നങ്ങൾ, നേരത്തെ പലപ്പോഴായും ചൂണ്ടിക്കാണിക്കപ്പെട്ട പ്രശ്നങ്ങളുണ്ട്, ഒരിക്കലും പരിഹരിക്കപ്പെടാതെ പോകുന്ന കുറെ കാര്യങ്ങളുണ്ട്. അത്തരം അടിസ്ഥാന കാര്യങ്ങളിലേക്ക്, അടിസ്ഥാനപരമായ തൊഴിലാളികളുടെ ഒരു ആവശ്യങ്ങളിലേക്ക് കൂടി സർക്കാരിനൊക്കെ ആ രീതിയിലുള്ള എന്തെങ്കിലും രീതിയിലുള്ള ഒരു പദ്ധതി പ്രഖ്യാപനത്തിലേക്ക് കൂടി ആ രീതിയിലേക്ക് കൂടി ഒരു ചുവട് കൂടി മുന്നോട്ട് വെച്ചേക്കാം എന്നൊരു സൂചനകൾ നൽകുന്നുണ്ട്. അതിന് ഒരുപക്ഷെ ഒരു ഈ രീതിയിൽ സമരം ഏതെങ്കിലും രീതിയിൽ വഴിമാറ്റപ്പെടുന്നുണ്ടെങ്കിൽ, രാഷ്ട്രീയപരമായ ഒരു തീരുമാനങ്ങളുണ്ടെങ്കിൽ അതിന്റെ ഒരു ആനുകൂല്യങ്ങൾ കൂടി ഒരുപക്ഷെ ഈ ഒരു അവസരത്തിൽ കൂടി, ഈ ഒരു അവസരമാണെങ്കിൽ കൂടി അത്തരം ചില പ്രഖ്യാപനങ്ങളിലേക്ക് കൂടി കടന്നേക്കാം എന്നൊരു സൂചനകളുണ്ട്. എന്തായാലും തൊഴിലാളികൾക്ക് അത് ഗുണകരമാണെങ്കിൽ കൂടി അത് നല്ലത് എന്ന രീതിയിലാണ് വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെ ആ രീതിയിലേക്ക് കൂടി കടന്നേക്കുമെന്നൊരു സൂചനകൾ ലഭിക്കുന്നുണ്ട്. പക്ഷെ അത് എന്താണ്, ഏത് രീതിയിലുള്ളതാണ് എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്ന ഒരു അവസ്ഥയിലല്ല. എങ്കിലും ലഭ്യമാവുന്ന വിവരങ്ങൾ അതാണ്. അങ്ങനെ ഒരു ചുവട് കൂടി കടന്നേക്കാം എന്നൊരു സൂചനകൾ ലഭ്യമാകുന്നുണ്ട്. യെസ്, വളരെ വ്യക്തമാണ് അത്തരം വിശദാംശങ്ങൾ. ഒരുപക്ഷെ കേരളം മൊത്തം ആ വിശദാംശങ്ങളിലേക്കാണ് കാത്തിരിക്കുന്നത്. മൂന്നാർ ഇപ്പോൾ ഡാനി റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ പ്രതീക്ഷയായി സമരക്കാർക്ക് മുന്നിൽ സർക്കാർ അവതരിപ്പിക്കാൻ സാധ്യതകളുണ്ടെന്നാണ്. ആ പ്രഖ്യാപനങ്ങളെ മൂന്നാർ അതേ അർത്ഥത്തിൽ സ്വീകരിക്കുമോ? മൂന്നാറുമായി ബന്ധപ്പെട്ട് 10,000-ലധികം വരുന്ന സ്ത്രീ തൊഴിലാളികളുടെ കഴിഞ്ഞ 9 ദിവസമായുള്ള സമരം അത് മൂന്നാറിൽ അതിശക്തമായി തുടരുമ്പോൾ കൊച്ചിയിൽ മുഖ്യമന്ത്രി നേതൃത്വം നൽകുന്ന ചർച്ചകൾ അതിൻ്റെ അവസാന ഘട്ടത്തിൽ, ഏറ്റവും അവസാന ഘട്ടത്തിലെത്തുന്നു. പ്രഖ്യാപനം വരാൻ നിമിഷങ്ങൾ അല്ലെങ്കിൽ മിനിറ്റുകൾ എന്നുള്ള രീതിയിലാണ് സൂചനകൾ വരുന്നതും. മൂന്നാറിലെ സമരവേദിയിൽ നിന്നും സാലി മുഹമ്മദ്. സാലി, ഡാനി റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ചാണെങ്കിൽ ചർച്ചകൾ ഒരുപക്ഷെ അവസാനിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ ഏറ്റവും അവസാന ഘട്ടത്തിൽ ഡാനിക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് തൊഴിലാളികളുടെ ആവശ്യം അതിനപ്പുറത്തേക്ക് സർക്കാരിൻ്റെതായി ചില പദ്ധതികൾ അല്ലെങ്കിൽ ക്ഷേമ പദ്ധതികൾ തോട്ടം തൊഴിലാളികൾക്കായി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം തോട്ടം മേഖലയെ സംബന്ധിച്ചിടത്തോളം സർക്കാരിൻ്റെ മുന്നിൽ ഉണ്ടായിട്ടുള്ള നിരവധി ആവശ്യങ്ങൾ. നവീന മൂന്നാർ എന്നുള്ള ആശയം, തോട്ടം മേഖലയ്ക്ക് തൊഴിലാളികൾക്കായുള്ള പാക്കേജുകൾ, അതോടൊപ്പം വിവിധ സംഘടനകൾ നടത്തിയിട്ടുള്ള ഹൈ റേഞ്ച് സ്പെഷ്യൽ ഡെവലപ്മെന്റ് സ്കീമിൽ
എന്നുള്ളത് സാങ്കേതികമായി പറയുന്നതാണ്. അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒട്ടേറെ പദ്ധതികൾ ഈ സർക്കാരിൻ്റെ തുടക്കകാലം മുതൽ സർക്കാരിൻ്റെ മുന്നിൽ ആവശ്യമായി വന്നിട്ടുണ്ട്. നിയമസഭയിൽ നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് തന്നെ വിവിധ നേതാക്കൾ വിവിധ പദ്ധതികൾ പറയുകയുണ്ടായി. പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ച പദ്ധതികളെക്കുറിച്ച് ഇന്ന് ഈ പ്രഖ്യാപനം ഇത്തരത്തിൽ വരും എന്ന് ഡാനിക്ക് സൂചനകൾ, അത് കൊച്ചിയിലെ സൂചനകൾ, അത് സൂചനകളായി തന്നെയാണ് ഡാനി പങ്കുവെക്കുന്നത്. തോട്ടം മേഖലയിലെ ഈ 10,000-കണക്കിന് സ്ത്രീകൾ 9 ദിവസമായി തുടരുന്ന സമരം, ഈ വാർത്തകളെ ഏതു തരത്തിലാകും ഇന്നും വരും ദിവസങ്ങളിലും തോട്ടം മേഖല, മൂന്നാറിലെ, ഇടുക്കിയിലെ, കേരളത്തിലെ തോട്ടം മേഖല സ്വീകരിക്കുക? പ്രദീപ്, ഏതെങ്കിലും തരത്തിലുള്ള പുതിയ പദ്ധതികളുടെ പ്രഖ്യാപനം വഴി പരിഹരിക്കാവുന്നതല്ല ഇവരുടെ പ്രശ്നം. കാരണം ഒട്ടേറെ പദ്ധതികളുടെ പ്രഖ്യാപനങ്ങൾ കേട്ടുമെടുത്തവരാണ് ഈ തോട്ടം മേഖലയിലെ പാവപ്പെട്ട തൊഴിലാളികൾ. അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ പുതിയ പദ്ധതിയെക്കുറിച്ചല്ല ഇവർക്കറിയേണ്ടത് പുതിയ ഈ കഴിഞ്ഞ വർഷത്തെ ലാഭവിഹിതത്തിൻ്റെ എത്ര ശതമാനം ബോണസായി നൽകും എന്നുള്ളതും മാത്രമാണ് ഒന്നാമത്തെ കാര്യം. മറ്റൊന്ന്, ഇവർ ആവശ്യപ്പെടുന്ന ദിനബത്ത എത്ര നൽകും, അവർ ദിവസക്കൂലി എത്ര നൽകും എന്നത് സംബന്ധിച്ച് ഈ രണ്ട് പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കിയാണ് പ്രധാനമായും ഇവരുടെ മുദ്രാവാക്യങ്ങളും സമരങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആരംഭിച്ചത്. അത് തന്നെയാണ് തുടരുന്നതും. പകരമായി മുഖ്യമന്ത്രി ഏതെങ്കിലും പ്രഖ്യാപനം നടത്തിയതുകൊണ്ടോ പുതിയ പദ്ധതികളെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടോ ഇവരുടെ സമരാവേശത്തെ കെടുത്താൻ കഴിയില്ല. കാരണം ഇവരുടെ ആവശ്യം ഇവരുടെ ജീവിത ദുരിതങ്ങൾക്ക് അറുതി വരുത്തുക എന്നുള്ളതാണ്. മറിച്ച് പ്രഖ്യാപനങ്ങളല്ല, ഏതെങ്കിലും സർക്കാരോ രാഷ്ട്രീയ നേതൃത്വമോ നടത്തുന്ന പ്രഖ്യാപനങ്ങൾക്കപ്പുറം നടപടികളാണ് അവരാവശ്യപ്പെടുന്നത്. നടപടികൾ എന്ന് പറയുന്നത് ഇവർ അക്കമിട്ട് മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നുണ്ട്. ആ മുദ്രാവാക്യങ്ങളിൽ പ്രശ്നം പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങളുണ്ട്. അത് നടപ്പിലാക്കുക എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. ഏതായാലും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് മൂന്നാറിലെ സമരമുഖം. ആയിരക്കണക്കിന് സ്ത്രീ തൊഴിലാളികൾ ഇപ്പോൾ രാത്രിയായിട്ടും ഇവിടെ കാത്തിരിക്കുന്നു. അവർക്കൊപ്പം പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനുണ്ട്, സംസ്ഥാന മന്ത്രി ജയലക്ഷ്മിയുണ്ട്, ഒട്ടേറെ രാഷ്ട്രീയ നേതാക്കളുണ്ട്. ഏതായാലും അവരുടെയൊക്കെ സാന്നിധ്യത്തിൽ ഈ സ്ത്രീ തൊഴിലാളികൾ ഈ മഞ്ഞ് പെയ്യുന്ന സമയത്തും ഈ രാത്രിയിൽ ഇവിടെ കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏതാണ്ട് 5-6 മണിയോടുകൂടി അവസാനിപ്പിച്ചിരുന്ന സമരം ഇന്ന് VSന്റെ സാന്നിധ്യമുള്ളതുകൊണ്ടും ഒപ്പം ഈ ചർച്ച നടക്കുന്നതുകൊണ്ടും സ്ത്രീ തൊഴിലാളികൾ ഇപ്പോൾ ഇവിടെ തുടരുകയാണ്. വളരെ പ്രതീക്ഷയിലാണവർ. ആ പ്രതീക്ഷ സാലി അവിടെ പങ്കുവെക്കുമ്പോൾ താൽക്കാലികമായി മൂന്നാറിലെ 10,000-കണക്കിന് സ്ത്രീകൾ സമരം ഇന്ന് താൽക്കാലികമായി ഉപേക്ഷിച്ച് മടങ്ങിയാലും വരും ദിവസങ്ങളിൽ ഈ പ്രഖ്യാപനങ്ങളും അതോടൊപ്പം തന്നെ PLC മീറ്റിംഗ് അടക്കമുള്ളവ 500 രൂപയാണ് ദിനവേതനമായി അവർ ആവശ്യപ്പെടുന്നത്. ഇതൊക്കെ ഏതു തരത്തിൽ പരിഹരിക്കപ്പെടും? അതിൻ്റെ സങ്കീർണതകൾ വരും ദിവസങ്ങളിൽ മൂന്നാർ ഉൾപ്പെടെയുള്ള തോട്ടം മേഖലകളിൽ ഏതു തരത്തിൽ പ്രതിഫലിക്കും? നമുക്കത് വിലയിരുത്താനും മുൻകൂട്ടി പറയാനും സാധിക്കുമോ എന്നുള്ളതും വളരെ പ്രസക്തമാണ്. സാലിയിലേക്ക് വരാം. കേരളം ഒന്നാകെ ആകാംക്ഷാഭരിതമായ നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മൂന്നാർ സമരം, അതിൻ്റെ പരിസമാപ്തി എന്തായിരിക്കും? കഴിഞ്ഞ 9 ദിവസങ്ങളായി 10,000-ലധികം സ്ത്രീ തൊഴിലാളികൾ നടത്തുന്ന സമരം, അത് ഏതു തരത്തിൽ അവസാനിക്കും? ഇതിനായുള്ള ചർച്ചകൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കൊച്ചിയിൽ അതിൻ്റെ അവസാന നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ സമരക്കാർക്കൊപ്പം സമരപ്പന്തലിൽ തന്നെ തുടരുന്നു. അതോടൊപ്പം S രാജേന്ദ്രൻ MLA-യുടെ നിരാഹാര സത്യാഗ്രഹം സമരം മൂന്നാറിൽ ഇന്ന് സമരം അവസാനിച്ചില്ല എങ്കിൽ നാളെ മുതൽ സമരം ഏറ്റെടുക്കുമെന്ന CPIM-ന്റെ പ്രഖ്യാപനം, ഇതൊക്കെയും മൂന്നാർ സമരത്തെ വളരെ സങ്കീർണമായ അവസ്ഥയിലൂടെ ഈ അവസാന മണിക്കൂറുകൾ, ഇന്നത്തെ ദിവസത്തിൻ്റെ അവസാന മണിക്കൂറുകൾ കൊണ്ടുപോകുമ്പോൾ മൂന്നാറിലെ സമരവേദിയിൽ നിന്നും സാലി മുഹമ്മദ്. സാലി, ഡാനി റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ബോണസ് വിഷയത്തിൽ 20% തൊഴിലാളികളുടെ ആവശ്യം. പക്ഷേ എക്സ്ഗ്രേഷ്യ എന്നുള്ള തരത്തിലേക്ക് 10% ബോണസും ബാക്കി തൊഴിലാളികളുടെ ആവശ്യമായ 10%, അതിൻ്റെ ഡീറ്റെയിൽസ് വരാനുള്ളതേയുള്ളൂ. പ്ലസ് സർക്കാരിൻ്റെതായ ചില ആശ്വാസ പ്രഖ്യാപനങ്ങളും. മൂന്നാറിനെ സംബന്ധിച്ചിടത്തോളം, മൂന്നാറിലെ തോട്ടം മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ സമരം അവസാനിച്ചാൽ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നുണ്ടോ? അതോ അതിനപ്പുറത്തേക്ക് വളരെ സങ്കീർണമായ രാഷ്ട്രീയ കാലാവസ്ഥയിലേക്ക് മൂന്നാറിനെ, ഇടുക്കിയെ മൂന്നാറിനെ മാതൃകയാക്കിക്കൊണ്ട് സംസ്ഥാനത്ത് തോട്ടം മേഖല കടന്നു പോകും എന്നുള്ള വിലയിരുത്തലുകൾ ശക്തമായി വരുമ്പോൾ നമുക്ക് അവിടുത്തെ സൂചനകൾ ഏതു തരത്തിലായിരിക്കും പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ സാധിക്കുക? പ്രദീപ്, തീർച്ചയായും ഇത് ഒരു സൂചന തന്നെയാണ്. ഇന്നത്തെ ബോണസ് പ്രശ്നം പരിഹരിച്ചാൽ തന്നെയും അത് പരിഹരിക്കപ്പെടുന്നതോടുകൂടി ഒരു കാരണവശാലും ഇവിടുത്തെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ദിവസവേതനം അടക്കമുള്ള പ്രശ്നങ്ങൾ അവശേഷിക്കുന്നു. മാത്രമല്ല, ഇവർ അനുഭവിക്കുന്ന ഒട്ടേറെ ചൂഷണങ്ങൾ, മറ്റ് ഇൻസെൻറ്റീവ് പോലെയുള്ള കാര്യങ്ങളുണ്ട്.
അവരുടെ ലയങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രശ്നമുണ്ട്, അവർക്ക് ചികിത്സാ സംവിധാനങ്ങളില്ലാത്തതിൻ്റെ പ്രശ്നമുണ്ട്, ഇവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം നേരിടുന്ന പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ എല്ലാ വിഷയങ്ങളും ഒന്നൊന്നായി ഇവർ ഉയർത്തിക്കൊണ്ട് വരിക തന്നെ ചെയ്യും. ഒരു സംശയവുമില്ല അക്കാര്യത്തിൽ. കാരണം അത് ഇവർ കുറേ നാളുകളായി ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളാണ് വിവിധ ട്രേഡ് യൂണിയനുകളുടെ ആഭിമുഖ്യത്തിൽ. അത് ഇപ്പോൾ ട്രേഡ് യൂണിയനുകളുടെ വേലിക്കെട്ടുകൾ പൊളിച്ച് കൃത്യമായി അവർ എല്ലാ രാഷ്ട്രീയ ഭിന്നതകളും മാറ്റിവെച്ചുകൊണ്ട് അവർ ഒറ്റക്കെട്ടായി, വിശേഷിച്ചും സ്ത്രീകളുടെ നേതൃത്വത്തിൽ, സ്ത്രീ തോട്ടം തൊഴിലാളികളുടെ നേതൃത്വത്തിൽ അണിനിരന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഒരു ഒറ്റമൂലി കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്നതല്ല ഈ പ്രശ്നം. അതുകൊണ്ട് തന്നെ ബോണസിൽ ഒതുങ്ങില്ല. ഇവരുടെ ദിവസവേതനത്തിൻ്റെ പ്രശ്നം അടിയന്തരമായി PLC മീറ്റിംഗ് കൂടി പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. അത് ഏതെങ്കിലും ഒരു തോട്ടത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. കേരളത്തിലും ഇടുക്കി ജില്ലയിലെ മറ്റു മേഖലകളിലും കേരളത്തിലാകമാനമുള്ള തോട്ടം തൊഴിലാളികളുടെ ദിവസവേതനം സംബന്ധിച്ച് ഒരു പുനർവിചിന്തനത്തിന് മാനേജ്മെൻറ്റുകൾ തയ്യാറാവേണ്ട അടിയന്തര ഘട്ടമാണ് ഈ സമരം നൽകുന്ന സൂചന. അത് സ്വാഭാവികമായും അക്കാര്യത്തിൽ തൊഴിൽ വകുപ്പിനും സംസ്ഥാന സർക്കാരിനും കടുത്ത സമ്മർദ്ദം ചെലുത്തേണ്ടി വരും. അതിന് സർക്കാരും തൊഴിൽ വകുപ്പും തയ്യാറാകുമോ എന്നുള്ളത് വളരെ നിർണായകമാണ്. വരും ദിവസങ്ങളിൽ ട്രേഡ് യൂണിയനുകൾ സ്വീകരിക്കാൻ പോകുന്ന സമീപനം വളരെ വ്യക്തമാണ്. ഈ വികാരം അതേപടി ട്രേഡ് യൂണിയൻ നേതൃത്വങ്ങൾ ഉൾക്കൊള്ളും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. PLC മീറ്റിംഗ് സെപ്റ്റംബർ 26 ചേരുന്നു. ദിവസവേതനം സംബന്ധിച്ച് കർശന നിലപാടിലേക്ക് ട്രേഡ് യൂണിയനുകൾ മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇവരുടെ ലയങ്ങൾ സംബന്ധിച്ച് വിഷയമുണ്ട്. മാത്രമല്ല ഇവർ താമസിച്ചു വരുന്ന ലയങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രശ്നമുണ്ട്. ഇവരുടെ മക്കൾക്ക് വേണ്ടി പുതിയ ഭൂമി കണ്ടെത്തേണ്ടതിൻ്റെ പ്രശ്നമുണ്ട്. ഇപ്പോൾ സാധാരണ നിലയിൽ ഇവർക്ക് തോട്ടങ്ങളിലെ ജോലി ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തോട്ടങ്ങളിൽ നിന്ന് ജോലി അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ മറ്റു മാർഗങ്ങൾ തേടേണ്ട അവസ്ഥയാണ് ജീവിക്കാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ അവർക്ക് ജീവിക്കാൻ, അവർക്ക് കൂര നിർമ്മിക്കാൻ ഒരു 5 സെൻറ്റ് സ്ഥലമെങ്കിലും കൊടുക്കാൻ സർക്കാർ നിർബന്ധിതരാകുന്ന സാഹചര്യമുണ്ട്. ഇതൊക്കെ കൂടി സങ്കീർണമായ പ്രശ്നങ്ങൾ അവശേഷിക്കും ബോണസ് പ്രശ്നം പരിഹരിക്കപ്പെട്ടാലും. പ്രദീപ് സാലി, അതോടൊപ്പം തന്നെ അവിടെ പ്രതിപക്ഷ നേതാവിന്റെ സാന്നിധ്യം, S. രാജേന്ദ്രൻ MLA-യുടെ സത്യാഗ്രഹ സമരം, വിവിധ നേതാക്കൾ, 10,000-ത്തിലധികം സ്ത്രീകൾ സമരമുഖത്ത്, അവരുടെ കുട്ടികൾ, കുടുംബങ്ങൾ, ഇവരുടെയൊക്കെ അവസ്ഥ ഇപ്പോൾ ഏതോ അവസ്ഥയിലാണ്. അതോടൊപ്പം തന്നെ സമരം നീളുകയാണെങ്കിൽ അതിനെ മുൻകൂട്ടി കാണാൻ അക്രമാസക്തമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട്, അത് പ്രതിരോധിക്കാനുള്ള സംവിധാനം സർക്കാർ ഏതു തലത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നു? പ്രതിപക്ഷ നേതാവിൻ്റെ MLA-യുടെ സമരക്കാരുടെ, അവരുടെ കുടുംബാംഗങ്ങളുടെ, കുട്ടികളുടെ അടക്കം അവരുടെ അവസ്ഥ ഏതു തരത്തിൽ? അത് ഏറ്റവും പ്രസക്തവുമാണ്.